ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. മാഷാ അല്ലാ, ഇവിടെയും കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്, അൽഹംദുലില്ലാ. ഇന്നത്തെ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ പറയുക, ഒരു അടിപൊളി ബ്ലോഗൊക്കെ എടുക്കണം എന്നുള്ള ഒരു ചിന്തയോട് കൂടിയായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല, അപ്പോൾ എന്താ പറയുക, നല്ല സ്പെഷ്യൽ ഫുഡുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വീഡിയോ, നല്ലൊരു ബ്ലോഗൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിലൊക്കെയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഒന്നും നടന്നിട്ടില്ല കേട്ടോ. അവിടെ നിന്ന് ഇടന്നിട്ടായിട്ട് കുറച്ച് വീഡിയോ കിട്ടിയിട്ടുള്ളൂ. എന്നാലും കഷ്ടപ്പെട്ടെടുത്തതല്ലേ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ബേബി രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണെന്ന്. അപ്പോൾ മോന് ശരിക്കും അത് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആർമാദിക്കുകയാണ്. അവനക്ക് സ്കൂളില്ലാത്ത ദിവസം വല്ലാത്തൊരു സന്തോഷം, ഒരു കിടക്കുകയാണ്. ഞാൻ മുന്നേ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെ അനിയൻ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ വരുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ കുറച്ച് ടോയൊക്കെ മക്കൾക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ പെട്ടതാണ് ഇത്. വലിയ കുട്ടിയായാലേ ഇനിയിപ്പോൾ ടോയ്സ് എന്താണെന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഇക്ക അതൊന്നും സമ്മതിച്ചു തരില്ല കേട്ടോ. അവരൊന്നും കുട്ടികളാണെന്നാണ് ഇക്കാൻ്റെ ഒരു അഭിപ്രായം. ഇതിപ്പോൾ വലിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ടോയാണ്, കളിക്കട്ടെ കുട്ടികളെന്ന് പറഞ്ഞിട്ട് കുറച്ചധികം കാറും ടോയും എന്താ പറയുക പ്ലെയിനും അങ്ങനെ കുറേ സംഭവങ്ങൾ പിന്നെ കുഞ്ഞു ബേബിക്ക് പറ്റണത് അവനിക്കുണ്ട്, മോൾക്കും ഒക്കെ ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാൽ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് സ്കൂളില്ലാത്തതുകൊണ്ട് നമ്മൾ അമ്പുട് ബേബിനെ നോക്കാൻ കുറേ ആളുണ്ട് കേട്ടോ ഇന്ന് വീട്ടിൽ. ഇവർക്ക് നല്ല കാര്യമാണ്, നന്നായിട്ട് കെയർ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും നമുക്ക് ഇവരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പണികളൊക്കെ ചെയ്യാനൊരു പേടിയാട്ടോ. കാരണം സ്നേഹക്കൂടുതലോണ്ട് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ അടുത്ത് കുട്ടി സേഫ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെയോട് പറയാൻ പറ്റില്ല. കുറച്ച് നേരമൊക്കെ കൊഞ്ചിച്ചും കളിപ്പിച്ചൊക്കെ ഇവരിയ്ക്കുമ്പോൾ നമ്മളൊരു കണ്ണും ഇവരുടെ അടുത്ത് വേണം കേട്ടോ. എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. കുട്ടീനോടുള്ള സ്നേഹം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോവോ, കാരണം അവരും ചെറിയ മക്കളാണല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് നേരമൊക്കെ അവരെ കൂടെ ഇരുന്നിട്ട് അതുകൊണ്ട് തന്നെ ഇന്ന് കിച്ചണിലെത്തിയപ്പോൾ ലേറ്റായിപ്പോയി. അതുകൊണ്ട് ഞാൻ വിചാരിച്ച പോലെ കിച്ചണിലെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. എന്താ പറയുക, കുറച്ചധികം ഐറ്റംസുകൾ ഉണ്ടാക്കണം, അതൊക്കെ നല്ലപോലെ വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം അങ്ങനെയൊക്കെ കരുതി. പക്ഷേങ്കിൽ പൊതുവേ എനിക്കിവിടെ സ്കൂളില്ലാത്ത ദിവസം എല്ലാ പരിപാടിയും ഒന്ന് ഡിലേ ആവലുണ്ട്. കാരണം ഇതൊക്കെ തന്നെ അവരെ പിന്നാലെ കുറച്ച് നേരം നമുക്ക് നടക്കണമല്ലോ. സ്കൂളില്ലാന്ന് വെച്ചിട്ട് നമുക്കങ്ങനെ എന്താ പറയുക, കയ്യും കെട്ടിയിരിക്കാനൊന്നും കഴിയില്ല. കുറേ സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ ബാക്കിയായി കിടക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഞാനിന്ന് കിച്ചണിലെത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മക്കളെ കളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് ബേബിനെ കൊണ്ട് ഉറക്കിയതിൻ്റെ ശേഷമാണ് കിച്ചണിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നല്ലൊരു മീൻ കറിൻ്റെ റെസിപ്പി ഒക്കെ നിങ്ങളെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം കുഴപ്പമില്ലാതെ ഷൂട്ട് ചെയ്യാനും വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാം. നമ്മൾ മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്താ പറയുക, ആദ്യം തന്നെ ഉലുവ പൊട്ടിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ചുവന്നുള്ളിനെ വേണമെന്നില്ല, ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സവാളയാണ് കേട്ടോ. രണ്ടായാലും ടേസ്റ്റ് തന്നെയാണ് ചുവന്നുള്ളി, അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി അത്ര തന്നെ. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ പറയില്ലേ കുനുകുനാന്ന് അരിയാൻ, അങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങോട്ട് വാട്ടിയെടുക്കുക. അതിലേക്ക് നല്ല എരിവുള്ള പച്ചമുളക് 2-3 ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എരിവനുസരിച്ചിട്ട് 2, 3, 4 ഒക്കെ ഇട്ട് കൊടുക്കുക. അതൊക്കെ അങ്ങോട്ട് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രേ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. മുളക് പൊടി ഇതിലേക്ക് വേണ്ട. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി 2 ഐറ്റംസുകളും ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി, അത് രണ്ടും ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നല്ല പഴുത്ത തക്കാളി, വലുതാണെങ്കിൽ 1, ചെറുതാണെങ്കിൽ 2 ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഇങ്ങോട്ട് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറണം, അതേപോലെ നമ്മളെ തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് വരിക വേണം. അത്രയും സമയം വഴറ്റിയെടുത്തിട്ട് ആണ് ബാക്കിയുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ആ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുരുമുളക് പൊടിയാണ് ഈ ഒരു കറീൻ്റെ മെയിനായിട്ടുള്ള സംഭവം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മീൻകറി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെ പലർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ അറിയാത്തതുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, അങ്ങനെ വിചാരിച്ചിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വാളംപുളീൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുക. മുന്നേ ഞാനതവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ നല്ല പോലെ അതിൻ്റെ നീരെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതും കൂടെ ഈ ഒരു ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് തിളപ്പിക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം എന്നൊക്കെ പറയുമ്പോഴേ പൈപ്പ് തുറന്നിട്ട് പച്ചവെള്ളം ഇങ്ങനെ വാരിക്കോരി ഒഴിക്കാനൊന്നും നിൽക്കരുത്. ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. എപ്പോഴും നമ്മൾ വെന്ത കറിയിലേക്ക് അതേപോലെ തന്നെ ഈ മസാലകളൊക്കെ ഒന്നങ്ങോട്ട് വെന്ത് വരുന്ന ആ ഒരു സംഭവത്തിലേക്ക് പച്ചവെള്ളം ഒഴിക്കുമ്പോൾ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ആ കറിൻ്റെ ടേസ്റ്റ് മൊത്തം മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇളം ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പാകാക്കിയിട്ടുണ്ട്. ഇത് ഭയങ്കര ലൂസായിട്ടുള്ള കറിയല്ല, ഇന്ന തിക്കായിട്ടല്ല,
കുറച്ചൊരു കുറുകിയ ഒരു ചാറോട് കൂടിയിട്ടുള്ള കറി എന്ന് പറയില്ല, ആ ഒരു ടൈപ്പ് കറിയാണ് കേട്ടോ. അങ്ങനെ ഒരു കുറുകിയ കറിയാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇതിന് കിട്ടുന്നത്. ഇനിയിപ്പോൾ അത് തിളച്ച് നല്ലപോലെ ഒന്നിങ്ങോട്ട് വറ്റി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. നമുക്കിന്നിവിടെ അയിലമീനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഞാനങ്ങനെ കഷ്ണാക്കി വെട്ടി നുറുക്കാനൊന്നും നിന്നിട്ടില്ല, ഫുള്ളായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. ആദ്യം 1-2 ഇങ്ങനെ പീസാക്കി, പിന്നെ തോന്നി അത് വേണ്ട ഫുള്ളായിട്ട് തന്നെ ആയിക്കോട്ടെ എന്നിട്ട്. അപ്പോൾ 2 ഐറ്റം ഇതിലുണ്ട്. ചെറിയ പീസായിട്ട് കഴിക്കേണ്ടവർക്ക് അത് കഴിക്കാം, ഫുള്ളായിട്ട് മീൻ കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മുന്നേ ഇടണമെങ്കിൽ ഇടാം, പക്ഷേങ്കിൽ ഞാനിപ്പോൾ ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മളെ മീൻകുട്ടന്മാരൊക്കെ എന്നിട്ട് വെന്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ പിന്നെ മീൻകറി റെഡി കേട്ടോ. അത് ഒന്നും ഇങ്ങോട്ട് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ കുറുകിയിട്ട് വരും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ഇന്ന് ഞാൻ എന്താ പറയുക, മത്തങ്ങയും പയറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് ചിലർ ചക്കരപ്പയർ എന്നൊക്കെ പറയും കേട്ടോ. നല്ല ടേസ്റ്റാണല്ലോ ഇത് കഴിക്കാൻ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ റെസിപ്പിയൊന്നും എനിക്ക് എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ തോന്നി ഇതൊക്കെ എല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. ഇതിപ്പോൾ ഇങ്ങനെ പൊലിപ്പിച്ച് പറയാനൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയൊക്കെയുടെ സമാധാനിക്കുക എടുക്കാനൊക്കെ വിചാരിച്ചിട്ടായിരുന്നു, പക്ഷേങ്കിൽ ഒന്നും നടന്നില്ല. അതിൻ്റെ കൂടെ തന്നെ മീനൊന്ന് വറ്റിച്ചെടുക്കണ ഒരു സംഭവം ഉണ്ടല്ലോ, അതും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഫ്രൈ ചെയ്യണ്ടെന്ന് വിചാരിച്ചു, എന്നും ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ ഒരു മടുപ്പ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്കിന്ന് ഉച്ചക്കത്തെ ലഞ്ചിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ വൈകുന്നേരം ആയപ്പോഴേ ഞാൻ കിച്ചണിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇന്നിപ്പോൾ തട്ടിക്കൂട്ടണമല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് മക്കൾക്ക് ഭയങ്കര ആഗ്രഹം ഇന്ന് പുറത്തുനിന്ന് തന്നെ ഫുഡ് വാങ്ങണമെന്ന്. എനിക്കങ്ങനെ എപ്പോഴും ഹോട്ടൽ ഫുഡ് വാങ്ങിക്കൊടുക്കണതിനോട് അത്ര ഒരു താല്പര്യമില്ല കേട്ടോ. പക്ഷേങ്കിൽ മക്കൾക്ക് ഇന്ന് കഴിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉപ്പച്ചി വിളിച്ചപ്പോൾ അപ്പോഴും ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇക്കാക്കാണെങ്കിൽ മക്കൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അത് അവർക്ക് വാങ്ങി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആളിനെ വിളിച്ചിട്ട് ഓർഡർ ചെയ്തതാണ്, അറിയുന്ന ഒരു ഹോട്ടലുണ്ട് കേട്ടോ, അവിടെ വിളിച്ചിട്ട്. അപ്പോൾ മോനുവിന് ഇന്ന് കഴിക്കാൻ വല്ലാതെ ഇങ്ങോട്ട് ആഗ്രഹം പറഞ്ഞിട്ടുള്ളത് ചിക്കൻ കൊണ്ടാട്ടമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം കുറച്ചൊരു ഗ്രേവിയോട് കൂടി ആയിക്കോട്ടെ എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം അതൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ച്, വൈകുന്നേരം എന്ന് പറഞ്ഞ ഒരു മഗ്‌രിബിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈവനിങ് സ്നാക്ക് ആയിട്ടാണോ ഡിന്നറായിട്ടോ കഴിച്ചതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ടൈമിലാണ് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ രാത്രി പ്രത്യേകിച്ച് ഡിന്നറിൻ്റെ ആവശ്യം മക്കൾക്ക് ഉണ്ടായിരുന്നില്ല. നിർബന്ധിച്ചിട്ട് കഴിപ്പിച്ചാൽ വല്ലതും കഴിക്കുമോ, അല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ കിടക്കുള്ളൂ കേട്ടോ. പിന്നെ ചോറൊന്നും കഴിക്കില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. ഒരു ചെറിയ വീഡിയോ ആണ്, വലിയ വീഡിയോ ആക്കിയിട്ട് വിപുലമായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേങ്കിൽ ഒന്നും നടന്നിട്ടില്ല. എല്ലാതിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യും പോലെ ആയിക്കൊള്ളണം എന്നൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ ഈ വീഡിയോൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാക്കണമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.